ഉണ്ടാക്കുന്നത്. ഈ ദോശയ്ക്ക് ശരിക്കും ഓട്ടടയുടെയൊക്കെയും ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാനിവിടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കണ ഒരു ദോശയാണിത്. ഇത് നമുക്ക് എത്ര കഴിച്ചാലും ഇത് മടുക്കില്ല. ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഈ ദോശ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം പോലെയല്ല മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഇലയിൽ അടയൊക്കെയും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തോരം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കും, അതേപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടുതൽ ചേർത്തിട്ട് ദോശയ്ക്ക് മിക്സ് ചെയ്യണ പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വെള്ളത്തിൻ്റെ ഒരു ചൊകയുണ്ടാവും. നമുക്ക് നോക്കാം ഇതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കണ ഒന്നിനും കറക്റ്റായിട്ടൊരു മെഷർമെൻ്റ് ഇല്ല. ഇതെല്ലാനും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ ചിരണ്ടി എടുത്തത്, സവോള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ ജീരകം. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടി കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുക. ഈ തേങ്ങ ചേർക്കുക. തേങ്ങ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. തേങ്ങയ്ക്കും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുന്നത്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണം സവോള ചേർക്കുക. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക. ജീരകം ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മൾ അടയ്ക്കൊക്കെയും കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലും വെള്ളം കൂടുതൽ ചേർത്തിട്ട് കുഴച്ചെടുക്കരുത്. ഇത് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ നല്ല കട്ടിയുള്ള ഒരു പാനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത് ഓയിൽ ഒഴിക്കാണ്ടും ചുട്ടെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഈ ദോശയുടെ മാവ് കുറച്ച് കനത്തിലൊന്ന് കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ദോശ രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചിടുക. കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് മൊരിയിച്ചെടുക്കുമ്പോഴായിരിക്കും ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊരു സൈഡ് ഇങ്ങനെ മൊരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഇനി മറ്റേ സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ദോശ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഈ ദോശ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെ വരുമ്പോഴായിരിക്കും അതിന് ശരിക്കും ആ ഓട്ടടയുടെ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പതുക്കെ ഒന്ന് കരിയിച്ച പോലെ എടുക്കുക. പക്ഷേ ഇതിൻ്റെ ദോശയുടെ ഉള്ളിലേക്ക് കരിയില്ല, ഇതിൻ്റെ മുകളിൽ മാത്രമേ പതുക്കെ ഇങ്ങനെ ഒന്ന് കളർ മാറുള്ളൂ. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക.
ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ ദോശയുടെ പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയ ദോശ ഞാൻ അതേപോലെ കരിയിക്കാണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ കറുത്ത കളറ് വരുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ആ ഓട്ടടയുടെ ടേസ്റ്റ് വരിക. അത് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ രണ്ട് സൈഡും മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക.